പേളി ചിച്ചിയുടെ മുട്ട ചൂറ്റിയ കറി തയ്യാറാക്കിയാലോ. അപ്പോൾ അതേ കുക്കറിലേക്ക് പരിപ്പ്, ഉള്ളി, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് 3 വിസിൽ വരുന്ന വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, കുറച്ച് വലിയ ജീരകം, അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇടുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുവന്ന് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്കിത് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് കുറച്ച് ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 3-4 മുട്ടയോളം ഞാൻ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുരുമുളക് കൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് ഒന്ന് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ലേ, അത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിത് ഈ മുട്ട ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചുരുട്ടിയെടുക്കാൻ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി കേട്ടോ. ഇനി ഞാനിത് നമ്മുടെ പരിപ്പില്ലേ അതിന് മിക്സ് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അരച്ചെടുത്ത ആ ഒരു മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചുരുട്ടിയ മുട്ടല്ലേ അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ പരിപാടി തീർന്നു. ഇനി ഇതേ കുറച്ച് ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.